പിറ്റേന്ന് റിപ്ലിയെ കാണാനായി ഒരു ഗോഡൌണിലേക്ക് പോകുന്നു ഗബ്രിയേൽ. അവിടെ വെച്ചാണ് മോഷണത്തിനുള്ള പ്ലാൻ റിപ്ലി തയ്യാറാക്കുന്നത്. ഇന്ന് രാത്രി റോമിനോവിൽ പോലീസുകാർക്ക് വേണ്ടി ഒരു റിസപ്ഷൻ നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാനായി ഇരുവരും തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഒരു വ്യാജ ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുന്നു അവർ. അതിനുശേഷം റോമിനോവിൽ എവിടെയാണ് ആ എക്സ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാനും എന്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് നോക്കാനും വേണ്ടി ഒരു ചെറിയ ക്യാമറ റോമിനോവിലെ ഒരു അധികാരിയുടെ കോട്ടിൽ ഘടിപ്പിക്കുന്നു ഗബ്രിയേൽ. ഇരുവരും അന്ന് രാത്രി റോമിനോവിലേക്ക് പോലീസുകാരുടെ വേഷത്തിൽ പോകുന്നു. ആ പാർട്ടിയിൽ ഉയർന്ന റാങ്കിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവരെ റോമിനോവിൽ എന്തൊക്കെ സെക്യൂരിറ്റി ഉണ്ടെന്ന് റോമിനോവിന്റെ അധികാരികൾ കാണിക്കാൻ ആരംഭിക്കുന്നു. റോമിനോവ് മുഴുവനും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞിരുന്നു. എല്ലാ മുക്കിലും മൂലയിലും CCTV ഘടിപ്പിച്ചിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനായി 24 മണിക്കൂറും സെക്യൂരിറ്റീസുമുണ്ട്. ഒരു സ്മാർട്ട് കാർഡ് ഉപയോഗിച്ച് റോമിനോവിലെ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ സാധിക്കൂ. ഇതെല്ലാം റിപ്ലിയും ഗബ്രിയേലും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സെക്യൂരിറ്റി റൂമിലേക്ക് പോകുന്നു അധികാരികൾ. ഗബ്രിയേൽ ഘടിപ്പിച്ച ക്യാമറയിലൂടെ സെക്യൂരിറ്റി റൂമിലെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു അവർ. സീക്രട്ട് റൂമിന്റെ മുമ്പിലായി 2 തരത്തിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളതായി അവർ കാണുന്നു. ഒന്നാമത്തെ സിസ്റ്റത്തിൽ ആദ്യത്തെ അധികാരിയുടെ ഫിംഗർ പ്രിന്റും അതേസമയം രണ്ടാമത്തെ സിസ്റ്റത്തിൽ റഷ്യക്കാരനായ രണ്ടാമത്തെ അധികാരിയുടെ ശബ്ദത്തിൽ സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾക്ക് റഷ്യൻ വാക്കുകൾ മറുപടിയായി നൽകണം. ഇത് രണ്ടും ഒരേ സമയം മാച്ചാകുമ്പോൾ ആ സീക്രട്ട് റൂം വാതിൽ തുറക്കും. അതിനുള്ളിൽ മറ്റൊരു സീക്രട്ട് റൂം ഉള്ളതായി അവർ കാണുന്നു.